ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. இந்த മുടി ഇപ്പടിത്താൻ ഇരിക്കുന്നത് കൊഞ്ചം ഡൗട്ട് സാർ. ഇത് തന്നെയാണോ അല്ലയോ? അത് സന്ദേഹമായി ഇருக்கு സാർ. ഇതാര്? മാണിക്കത്തെ കൊച്ചു മുതലാളിയോ? എന്താണ് ഈ പാവങ്ങളുടെ അടുത്ത്? നീ പുതിയ ഓഫീസ് ഓട്ടോ ഒക്കെ തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. നീ ഇരിക്കെ. സംഗതി അവളുടെ അച്ഛൻ എന്തെങ്കിലും തുടങ്ങി പണ്ടാരടങ്ങട്ടെന്ന് പറഞ്ഞ് കുറച്ച് കാശ് തന്നു. മകളെ കെട്ടിച്ചെന്ന് പോയില്ലേ, തരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കുറച്ച് ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് ഒരു ധൈര്യത്തിനങ്ങ് തുടങ്ങി. അവളുടെ പേരിൽ കിടന്ന ഷെയറൊക്കെ വിറ്റു എന്നാണല്ലോ സോനു പറഞ്ഞത്. അവൻ പറയും, അവനും അങ്ങനെയാണല്ലോ വർഷപ്പെട്ടത്. എന്നിട്ട് എന്തായി? 8 നിലയിൽ പൊട്ടിയില്ലേ? എടാ ഒരു മിനിറ്റ് സാന്ദ്രേ, ഞാൻ വിളിക്കാൻ പറഞ്ഞത് മറ്റൊന്നും പറയാനല്ല. നീ എന്നെ ഏൽപ്പിച്ച ആ സത്യം മാത്രം പറയുന്ന സത്യസന്ധനായ ഡ്രൈവറെ എനിക്കിനി വേണ്ട. അവനോടിനി വരണ്ടെന്ന് പറഞ്ഞേക്ക്. ആഴ്ചയിൽ 5 ദിവസവും അവധി എടുത്ത് വീട്ടിൽ കിടന്നുറങ്ങുന്നവനെ ഓൺലൈൻ ടാക്സി ഓടാൻ നിർത്തിയിട്ട് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ? അവനെന്തെങ്കിലും ഗുണം വേണ്ടേ? ഇനി ഒരു അപേക്ഷ മാത്രം, ഇതുപോലെ പണി തരുന്ന പണിക്കാരെ തന്ന് എന്നെ സാന്ദ്ര സഹായിക്കരുത് പ്ലീസ്. പണിക്ക് വരില്ലടാ. പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോ വരാൻ പറ്റാതാവുമ്പോ സാറിനോട് ഒരു പശു കുത്താൻ ഓടിച്ചെന്ന് നമ്മൾ കള്ളം പറയാറില്ലേ? ആ പശു ഈ ഡ്രൈവറുടെ വാതുക്കൽ ഇപ്പോഴും ഉണ്ട്. ഓരോ കാരണങ്ങൾ പറയുന്നവിടെ ചിരി വരും. അതൊക്കെ പോട്ടെ, നിന്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ കാര്യങ്ങൾ കുറെയൊക്കെ നിനക്ക് അറിയാലോ. അച്ഛനായിട്ട് ഇപ്പൊ എങ്ങനെ? പണ്ടത്തെ പോലെ വഴക്കം പോളൊന്നുമില്ലല്ലോ. അത് പറയാനായിട്ടാ ഞാനിങ്ങോട്ട് കയറിയത്. അച്ഛനുമായിട്ടും തെറ്റി. ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്താ. നീനക്കിത് എന്നാത്തിന്റെ കേടാടാ? ഇട്ടുമൂടാനുള്ള പണം തഞ്ചത്തിൽ നിന്ന് ആ സ്ഥാപനവും നടത്തി സുഖമായിട്ട് ജീവിക്കാൻ പാടില്ലേ? എനിക്കിപ്പോ ഒരു പണി വേണോടാ, താമസിക്കാൻ ഒരിടവും. താമസിക്കാനുള്ള സ്ഥലത്തിന്റെ കാര്യം നമുക്ക് ആലോചിക്കാം. ജോലിയുടെ കാര്യം നീ സീരിയസ് ആയിട്ടാണോ പറഞ്ഞേ? പിന്നെ വാശിയുടെ പുറത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നവന് ചെലവ് കാശ് വീട്ടിൽ നിന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പണി ഞാൻ തരാം. നിനക്ക് ഓൺലൈൻ ടാക്സി ഓടിക്കാവോ? അതിനെന്താ, എപ്പോ ജോയിൻ ചെയ്യണമെന്ന് നീ പറഞ്ഞാ മതി. എങ്കിൽ ഇപ്പൊ തന്നെ ഐശ്വര്യോട് ചാവി ഓടിച്ചോ. നിനക്ക് രാഹുലോ മറ്റോ നോക്കുന്ന പരിപാടിയൊന്നുമില്ലല്ലോ. ഞാൻ തീരുമാനിക്കുന്ന സമയം അതാണ് എന്റെ രാഹുകാലം. അതിപ്പോ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഞാൻ അങ്ങ് സഹിച്ചു. എന്നാ പിന്നെ നീ കാറിലേക്ക് വെക്കോ, ഞാൻ നിനക്ക് നമ്പർ പാസ് ചെയ്തോളാം. പാർട്ടിയെയും എടുത്തു പോയാ മതി. എന്നാ പിന്നെ ഐശ്വര്യോട് ചാവി ഓടിച്ചോ. ഇതുപോലെ 3-4 സ്ഥാപനങ്ങൾ നിന്ന നിൽപ്പിൽ തുടങ്ങാൻ കഴിവുള്ള മുതലാളിയാ. എന്നിട്ട് ജോലിക്ക് വന്നിരിക്കുന്നു. ഓരോരോ യോഗം, അല്ലാതെ എന്ത് പറയാനാ? മതിയടാ, മതി നിന്ന് തള്ളിയത്. എന്തായാലും നിനക്ക് പറയാലോ, മാണിക്കോത്തെ മഹേന്ദ്രന്റെ മകൻ നിന്റെ പണിക്കാരനാണെന്ന്. അതെ, അതെന്തായാലും ഞാൻ പറയും. അതെന്റെ സ്ഥാപനത്തിന് ഒരു ക്രെഡിറ്റാ. വിഷ്ണുട്ടാ, ഒരു പിടിയും തരാതെ ദിവസങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾക്കൊപ്പം നമ്മളും പരസ്പരം മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പരസ്പരം കണ്ടുമുട്ടേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് വേർപാട് താങ്ങാവുന്നതിലും അപ്പുറം. May I come in, madam? യെസ്. ഇരിക്കൂ.
എന്തായി പോയ കാര്യങ്ങള്? കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചു മാഡം. ഹോസ്പിറ്റലും ലോഡ്ജിലും അവർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചു. അറിഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ അത്ര സുഖമുള്ളതല്ല. ഞാൻ പറയുന്നത് മാഡത്തെ ബുദ്ധിമുട്ടിക്കുമെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ എനിക്കിത് പറയാതിരിക്കാനും കഴിയുന്നില്ല. അന്വേഷിച്ചെന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം കിട്ടിയ ഫീഡ്ബാക്കുകൾ ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല. അങ്ങനെ ഒരാള് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. റസാഖ്, സംശയമാണ് മാഡം. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് കൂടുതൽ അന്വേഷിച്ചാലേ പറയാൻ പറ്റൂ. എന്തൊക്കെയാ റസാഖി പറയുന്നത്? വിഷ്ണുവേട്ടന് എന്ത് പറ്റിയെന്നായി പറയുന്നേ? മാഡം, ഇവിടെ ഒരുപാട് അനാഥ ശവങ്ങൾ ആളും അർത്ഥവും ഉണ്ടായിട്ടും ആരുമില്ലാത്തവരെ പോലെ എരിഞ്ഞു തീരുന്നുണ്ട്. അതുപോലെ എരിഞ്ഞടങ്ങിയ ഒരു ബോഡിയെക്കുറിച്ച് ഞങ്ങൾക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഇതൊരിക്കലും നമ്മൾ അന്വേഷിച്ചു നടക്കുന്ന ആളെന്ന് ഉദ്ദേശിച്ചല്ല ഞാൻ മാഡത്തോട് പറയുന്നത്. അങ്ങനെ മാഡം കരുതുകയും ചെയ്യരുത്. ഞാൻ അയാളെ വിളിപ്പിക്കാം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇതൊരു ഫൈനൽ കൺക്ലൂഷൻ അല്ല. നമ്മളിലും അയാളിലുമുള്ള ഒരു സംശയം തീർക്കൽ മാത്രം. അയാളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. വാ. ഇങ്ങോട്ട് നീങ്ങിക്ക്. മാഡം, ഇത് മാരിയപ്പൻ, മധുരയിലെ ആംബുലൻസ് ഡ്രൈവറാ. വണക്കം മാഡം. നിങ്ങളന്ന് സംസ്കരിച്ച ബോഡി ഇയാളുടേതാണോ? சின்ன சந்தேகம் இருக்கு சார். ஆனா ஏறக்குறை இப்படித்தான் இருக்கும். இந்த முடி இப்படித்தான் இருக்கிறது கொஞ்சம் டவுட் சார். ഇത് തന്നെയാണോ അല്ലയോ? அது சந்தேகமா இருக்கு சார். ആരാ ഈ ബോഡി കൊണ്ടുവന്നത്? ஒரு பொண்ணுதான் சார். മാഡം, അന്ന് ആ ബോഡിക്കൊപ്പം ഒരു പെണ്ണും ഉണ്ടായിരുന്നു. വൈകിട്ടായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. കൂട്ടത്തിലുണ്ടായിരുന്ന പെണ്ണ് ആരായിരുന്നു തെളിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സംശയം മാറിക്കിട്ടിയേനെ. ഇവരാണോ കൂടെ ഉണ്ടായിരുന്നത്? മുഖത്തെ മൂടിയിരുന്നതിനാല് ശരിയാ തെരിയല്ലേ മാഡം? അവര് ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ് ചെക്ക് ചെയ്തില്ലേ? അത് നോക്കി അറിയാൻ പറ്റില്ലേ? അതൊരു ഫേക്ക് അഡ്രസ് ആണ് മാഡം. മരണപ്പെട്ട ആളുടെ പേര് ശ്രീകുമാർ.